ड्राइवर 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 जी जरा एक पेटी इधर रखो ആ സാധനങ്ങളൊക്കെ ഒന്ന് വേഗം വരണേ അത് എന്റെ ജോലിയല്ല ഹേ സാധനങ്ങൾ ഇറക്കിട്ട് പണം തരണം ഹേ क्या बोलते ബൈ ബൈ ബ്രദർ 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 ക്ഷമിക്കണം എന്താ പേര് ബായിന്നും ബ്രദറിനൊന്നുമല്ല പിന്നെ സുനിൽ ഓ സുനിൽ അച്ഛാ സുനിൽ അരേ ഞങ്ങൾ ഇവിടെ പുതിയതായി വന്ന താമസക്കാരാ ഞങ്ങളെ ഒന്ന് സഹായിക്കുമോ മെല്ലെ മെല്ലെ പെട്ടി പെട്ടി പതുക്കെ പതുക്കെ സുനിൽ ഭായ് ഞങ്ങളെ അങ്ങ് നോർത്തിലായിരുന്നു ഈ 10-20 വർഷം ഹിന്ദി സംസാരിച്ച് സംസാരിച്ച് മലയാളം മറന്നുപോയി സുനിൽ ഭായ് വീട് എവിടെയാ ഇവിടെ അടുത്ത ഇവിടെ അടുത്ത വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഞാനും മുത്തശ്ശിയും മാത്രം അപ്പൊ എന്നെ പോലത്തെ മാനയും ബാബിനെയും ഷാദിനെയും എന്റെ അച്ഛനും അമ്മയും അങ്ങ് സുഖമായിട്ട് സിംഗപ്പൂരിൽ കഴിയുന്നു സിംഗപ്പൂരിലോ ആ അതെന്താ അങ്ങനെ വിശദമായി പിന്നീട് ഒരു ദിവസം പറയാം ബൈ 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 പോയോ ആ ചെറുക്കനെ ഇതൊക്കെ എടുത്ത് അകത്ത് വെച്ചിട്ട് പോയാൽ എന്താ എന്താ അതാ നന്നാവാത്ത അപ്പേ എന്റെ പണം തരണം എനിക്ക് പോണേ ഞാൻ പോയില്ലേ സുഹൃത്തുക്കളെ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ബഡേ ഗുലാം അലി ഖാൻ അവരുടെ നോർത്ത് ഇന്ത്യൻ ക്ലാസിക്കൽ കച്ചേരി क्या करूं सजनी आए न बालन क्या करूं सजनी आए न बालन वाह वाह खोज रही है किया पर्दे की आँखियाँ आए न बालन क्या करूं सजनी आए न बालन जब भी कोई आहत होई मनवा मोराता है देखो कहीं दूटे नहीं प्रेम की बागी एक्सेलेंट हे मतवाई और हेलो क्या ഹലോ അങ്കിൾ ഹൗ ഡു ഡു അങ്കിൾ എന്നെ മനസ്സിലായില്ലല്ലേ ഐ എം സുനിൽ സുനിൽ മേനോൻ ബൈ ദ വേ ആന്റി എവിടെ ഓ കിച്ചണിലായിരിക്കും അല്ലേ എക്സ്ക്യൂസ് മീ ഇത് അമ്മക്കുട്ടിയമ്മയുടെ കൊച്ചുമോനല്ലോ അതെ ഇതുവരെ കരാട്ടയുടെ അസുഖമുള്ളായിരുന്നു ഇപ്പൊ മറ്റേ അസുഖം തുടങ്ങിയെന്നാ തോന്നുന്നത് ഇത് അസുഖമൊന്നുമല്ല അഹങ്കാരമാണ് റോഡിൽ നടക്കാൻ സമ്മതിക്കില്ല അച്ഛാ ഓ അപ്പോൾ നേരത്തെ പരിചയമുണ്ട് ഇന്നാളെ ഒരു ദിവസം വല്യേച്ച് ചെരുപ്പൂരം പോയതാ ചേട്ടനെ അടിക്കാൻ അത് ശരി ഹലോ ആന്റി രഹസ്യം പപ്പടം ഐ എം സുനിൽ സുനിൽ മേനോൻ ഞാൻ ആന്റി അങ്കിളിലേക്ക് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നു എക്സ്ക്യൂസ് മീ അങ്കിൾ എന്നെ കാത്തിരിക്കും അങ്കിൾ ദിസ് ഇസ് സർപ്രൈസിംഗ് വിസിറ്റ് അവിടെ ഇരിക്കും ഫാനിന്റെ ചോട്ടിലിരുന്നാൽ തല അല്പം തണുക്കും നോ 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 ഐ റെസ്പെക്ട് എൽഡേഴ്സ് വലിച്ചിട്ടത് ഞാൻ വന്ന കാര്യം പറയാം വളരെ നല്ലത് ടെൻഷൻ എനിക്ക് തീരെ ഇഷ്ടമല്ല പ്രിയനെ അപമാനിച്ചു ഞാൻ പ്രതികാരം ചെയ്യും എങ്ങനെ ഞാൻ പ്രിയ വിവാഹം കഴിക്കും യു സ്റ്റുപ്പിഡ് സൂക്ഷിച്ച് സംസാരിക്കണം പ്രിയ ഉണ്ടായിരിക്കെ സുനിൽ എന്നോടല്ലേ സംസാരിക്കുന്നത് ഇയാൾ വലിയ ശല്യമാണ് അച്ഛാ നോക്കൂ ആന്റി ആന്റിയുടെ മകൾ പിന്നെ എന്നെ ഇൻസൾട്ട് ചെയ്യുന്നു അങ്കിൾ പ്രിയ എനിക്ക് വിവാഹം കഴിക്കണം ഇത്ര നിസ്സാരമായി പറഞ്ഞുറപ്പിക്കാവുന്ന ഒരു കാര്യമാണ് വിവാഹം നിങ്ങൾക്ക് രണ്ടുപേർക്കും വിവാഹപ്രായമായിട്ടില്ല ഞാൻ വന്നത് നോമിനേഷൻ സമർപ്പിക്കാനാണ് ഇലക്ഷൻ സാവധാനം നടത്തിയാൽ മതി എന്റെ ഡാഡിയും മമ്മിയും സിംഗപ്പൂരിൽ നിന്ന് വന്നു കഴിഞ്ഞ് നിശ്ചയം നടത്താം സോറി ഫോർ ദ ഡിസ്റ്റർബൻസ് പോട്ടെ ബൈ പയ്യൻ അല്പം അധികപ്രസംഗിയാണെങ്കിലും എനിക്ക് പിടിച്ചു നിനക്കോ എന്റെ മോൾക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്കും ഇഷ്ടമാണ് ഐ ഡോണ്ട് ലൈക്ക് ഹിം ഹീസ് ആൻ ഇഡിയറ്റ് മോളെ ബുദ്ധിയുള്ള സ്ത്രീകൾ ഇഡിയറ്റ്സിനെ തെരഞ്ഞു കണ്ടുപിടിച്ച് വിവാഹം കഴിക്കും സംശയമുണ്ടെങ്കിൽ നീ നിന്റെ അമ്മയോട് ചോദിച്ചു നോക്ക്
കൊള്ളാം. ഈ വീട്ടിൽ ഒരു ഇടിയറ്റേ ഉള്ളൂ, അത് ഞാനാണ്. ഞാനാ ശരിക്കും ഇടിയറ്റ്, അതുകൊണ്ടല്ലേ എന്നെ ആർക്കും കണ്ടുകൂടാത്തത്. ഓ തുടങ്ങി. കൊച്ചേച്ചി ഇടിയറ്റ് തന്നെയാ. എന്ത് പറയുന്നു മിസ് ഇടിയറ്റ്? നിന്നെ ഞാൻ ഇടിയറ്റ് ഇടിയറ്റ് പ്രഭാസൻ ഇടിയറ്റ്. ഇടിയറ്റോ? ഞാനല്ല ഇടിയറ്റ്, നീയാണ്. എന്തിനാ നീ ഇടിയറ്റിന് വിളിക്കുന്നത്? ഇല്ല, ശരി കാലൊടിക്കും. രണ്ടിനെയും ഞാൻ ശരിപ്പെടുത്തും. ഹലോ, അവിടെയോട് തന്തയോടെ എന്ന് ചോദിക്കും. എന്റെ തന്ത ഹരേ ഭഗവാൻ, ഗൺപത്, തുമ്പിക്കീഴുള്ള ഭഗവാൻ, എത്ര എത്ര സുന്ദരികളായ സ്ത്രീകളെ നീ സൃഷ്ടിച്ചു. എനിക്ക് മാത്രം കല്യാണം വിധിച്ചിട്ടില്ലേ? ഇല്ലേ? ക്യാ ഭഗവാൻ, ക്യാ? മന്മത, മനസ്സിനെ അടക്ക്. പാപചിന്ത പാടില്ല. ഞാൻ നാശം മൂത്ത് നരച്ച് കെട്ടാക്കാളിയായി നിൽക്കുന്നു. എന്റെ വഴിമുടക്കിയ ദ്രോഹി. അമ്പേ പറയുന്നില്ലല്ലോ. കണ്ണടച്ച് അവിടെ നിന്ന് ധ്യാനിക്കൂ. ദുഷ്ടവിചാരം മനസ്സിൽ നിന്നങ്ങ് പോട്ടെ. ഇവളേതാ? എനിക്കറിയില്ല. അവളുടെ നിപ്പ് കണ്ടാലറിയാം. ഇവളൊരു കേമിയാണ്. അവളുടെ നിപ്പും തൊഴിലും. ഇവളങ്ങളൊക്കെ എന്തിനാ അമ്പലത്തിലേക്ക് വരുന്നത്? നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ടില്ല. ഇന്നലെ ഒരുത്തൻ നിങ്ങളുടെ വീട്ടിൽ കയറി വന്ന് നേരിട്ടൊരു കല്യാണാലോചന നടത്തിയല്ലോ. ഞാൻ അവന്റെ മുത്തശ്ശിയാ. മുമ്പ് 1-2 പ്രാവശ്യം ഞാൻ അമ്മയെ കണ്ടിട്ടുണ്ട്. അവൻ ഒരു ബഹളക്കാരന്. പക്ഷെ ആ ബഹളമേ ഉള്ളൂ. ആളൊരു ശുദ്ധനാ. എങ്കിലും നിങ്ങൾക്ക് വിഷമം തോന്നി കാണും. അയ്യോ ഇല്ല, ഞങ്ങൾക്കും അതൊരു തമാശയായിരുന്നു. ആ, അങ്ങനെ തമാശയായി തള്ളണ്ട. സുനിൽ മുറുകെ പിടിച്ചിരിക്കുക. ഞാൻ അങ്ങോട്ട് വരും. നമുക്ക് ആലോചിക്കാം. പ്രിയയുടെ പഠിത്തമൊന്ന് കഴിയട്ടെ. ഇതിനെക്കൊണ്ട് ഞാൻ തോറ്റു. ദൈവത്തിന്റെ മുമ്പിൽ വെച്ച് ഞാൻ പറയുകയാണ്, ഇനി മേലാളി പെണ്ണുങ്ങൾ നോക്കിയാൽ എന്റെ അനിയനാണെന്ന് നോക്കൂല. അപ്പൊ ഞാൻ നിന്നെ ട്രൂപ്പിൽ നിന്ന് വെളിയിലാക്കും. എന്നാ എന്നെ കൊണ്ടൊരു പെണ്ണ് കെട്ടിക്ക്. എടാ, നീ കൊച്ചു ചെറുക്കനല്ലേ? നിനക്ക് കല്യാണപ്രായമായോ? ഇത് കണ്ടാൽ അറിയാം എനിക്ക് കല്യാണപ്രായം ആയിട്ടാണ്. ചേച്ചിക്ക് വയസ്സ് 45 വരെ, എനിക്ക് 40. അതൊക്കെ പറ. പതുക്കെ പറയണം. കഴിഞ്ഞ 16 വർഷമായിട്ട് ചേച്ചി 29 വർഷപ്പെട്ടു. പിന്നെ എനിക്ക് പ്രായമാവും. എന്റെ കാര്യം പോക്കല്ലേ. ജീവിതം അങ്ങോട്ട് അവസാനിപ്പിച്ചല്ലോ. എനിക്കാകെ പേടിയാവുന്നു. നമ്മളെ കണ്ടാൽ അവർ ഓരോന്നും ചോദിക്കും. അത് ആ സ്ത്രീ തന്നെയാണോ അതോ നിന്റെ വെറും തോന്നലോ? ഇല്ല, അവര് തന്നെ. ക്രൂരമായ ആ മുഖത്തിന് ഇപ്പോഴും ഒരു മാറ്റവുമില്ല. നീ വിഷമിക്കാതിരിക്കും. എത്രയെത്ര പരീക്ഷണങ്ങളെ നേരിട്ടവരാണ് നമ്മൾ. ധൈര്യം കൈവിടരുത്. നാരായണ നമസ്തേ. അല്ല, ആരായി വന്നിരിക്കുന്നത്? ഉണ്ണിക്കുട്ടനും ഉണ്ടല്ലോ. കള്ളനായ കണ്ണനുണ്ണി വെണ്ണ കട്ടു തിന്നു. ഇരിക്കും മക്കളെ, സുനിൽ ഇവിടെ ഇല്ല. എവിടെ പോയെന്ന് ചോദിക്കേ. മുത്തശ്ശി എവിടെ പോയെന്നാ ചോദിക്കുക? അത് ചേച്ചിക്ക് തന്നെ അങ്ങ് ചോദിച്ചാലെന്താ?
എടാ മുത്തശ്ശിയുടെ കാര്യം പറ. നാളെ വല്ലിക്കയുടെ പിറന്നാളാ, അതുകൊണ്ട് എല്ലാരും ഉണ്ണാൻ വേണമെന്ന് അമ്മ പറഞ്ഞേച്ചു. ഇവിടെ എല്ലാവരും രണ്ടുപേരാ, മുത്തശ്ശി ആ അസത്തി ചേട്ടനും. എവിടെയോ പോയിരിക്കുക കസർത്ത് കാട്ടി എല്ലോടിക്കാൻ. കുഞ്ഞിരാമ, ഇവൻ എവിടെ പോയി കിടക്കുക? മക്കളിരിക്കണേ, മുത്തശ്ശി ഇപ്പൊ കാപ്പിട്ടുണ്ട്. മറ്റുള്ളവരുടെ സാധനങ്ങൾ എടുക്കാൻ പാടില്ല, ഞാൻ പറഞ്ഞിട്ടില്ലേ? അവിടെ വയ്ക്ക്. Number 27, physics. Physics, page number 27. നിങ്ങളുടെ ഈ പുതുമകളിലൊന്നും എനിക്കൊരു താല്പര്യവുമില്ല. ആഹാരം കഴിക്കാനാണ് ഞാൻ വന്നത്. വിളമ്പെന്നെങ്കിൽ വിളമ്പ്. അങ്കിളിനെ കണ്ടില്ലല്ലോ. ഇന്ന് തിയേറ്റർ ബിൽഡിങ്ങിന്റെ കോൺക്രീറ്റ് തുടങ്ങുന്ന ദിവസമാ, വരാൻ സ്വല്പം വൈകും. എങ്കിൽ എന്റെ കൊച്ചുമോൻ തന്നെ ഇന്നത്തെ ചീഫ് ഗസ്റ്റ്. എന്താ മോളെ, നിങ്ങൾ തമ്മിലുള്ള പിണക്കമെല്ലാം തീർന്നു? മുത്തശ്ശി, എന്ന് നിന്നോട് ആര് പറഞ്ഞു? ഞാൻ പറയട്ടെ. എന്തോന്ന്? ഫിസിക്സ്. ഫിസിക്സോ? അവന് വട്ടാ. നീ വേണ്ട കേട്ടോ. ഫിസിക്സ് പേജ് നമ്പർ. നേരെ ഒരുപാടായി, വരൂന്ന് ഇരിക്കാം. നീ എന്താ പറയാ? ഫിസിക്സ് പേജ് നമ്പർ? അത് തന്നെ. വലിയ ആളാവരുത് കേട്ടോ. എന്താണമ്മേ? അവരിങ്ങോട്ടാണല്ലോ വരുന്നത്. അവരിവിടെ വന്നാൽ ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേക്ക്. അവരിവിടെ അടുത്ത് ഡാൻസ് സ്കൂൾ നടത്തുന്ന ടീച്ചറാണമ്മേ. അവരൊരു ചീത്ത സ്ത്രീയാണ്. അവരോട് നമ്മൾ സംസാരിക്കാൻ പാടില്ല മോളെ. കൊച്ചൂട്ട, അവരെന്നെ അന്വേഷിച്ചാൽ വാതിൽ തുറക്കരുത് കേട്ടോ. മോളെ ആരാ? ഉഷയെ വിളിക്കൂ. നടനം സത്യഭാമ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ
അവളങ്ങ് ഓടി വരും. ഓടി വരാൻ ഇവിടെ ആരും ഇല്ലല്ലോ. ഇല്ലയോ? എവിടെ പോയി? അവരെല്ലാരും കൂടി ഇപ്പോഴങ്ങോട്ട് പോയതേ ഉള്ളൂ. ഞാൻ അവിടെ ദൂരെ നിന്ന് നോക്കിയപ്പം അവളിവിടെ നിൽക്കുന്നത് പോലെ തോന്നിയല്ലോ. എന്താ അത് ശബ്ദം? അത് വെറും തോന്നലായിരിക്കും. ആണോ? ഉഷയും അവളുടെ ഭർത്താവും തമ്മിൽ സ്വരുമിപ്പിലാണോ അതോ ദിവസവും തമ്മിൽ തല്ലാണോ? ഇത് അടുക്കളക്കാരനോട് ചോദിക്കേണ്ട ചോദ്യമാണോ? അങ്ങനെ പറ. അപ്പൊ തല്ലും വഴക്കും തന്നെ. ഇതുകൊണ്ടാ മനുഷ്യരായാൽ കല്യാണമേ കഴിക്കാൻ പാടില്ലെന്ന് ഞാൻ പറയുന്നത്. ചേട്ടാ, നീ കഥകളി പഠിച്ചിട്ടുണ്ടോ? ഇപ്പൊ കുറേശ്ശെ പഠിച്ചു തുടങ്ങി. നീ ആ കഥ ഒന്ന് തുറക്ക്, ഞാൻ വീടൊക്കെ കാണട്ടെ. അയ്യോ, ഞാനും ഇപ്പൊ പുറത്തോട്ട് പോവുക. എന്നാ പിന്നെ കാണാം. നീ ഒന്ന് തുറക്ക. അടുക്കളക്കാരനെ ഇങ്ങനെ. അപ്പൊ പിന്നെ ആ കൃഷ്ണകുമാർ എന്തൊരു അഹങ്കാരിയായിരിക്കും. ഈ കവം തുറന്നു വെച്ച് അവൻ എന്ത് നഷ്ടം വരാൻ പോകുന്നു?